ഞാൻ ഇതിനു മുൻപ് ഒരു എപ്പിസോഡിൽ പറഞ്ഞു, കവി ബാലാമണിയമ്മ കൈകാര്യം ചെയ്തിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ വിഷയം മനുഷ്യ ജീവിതത്തിൽ ഹിംസയ്ക്കുള്ള സ്ഥാനം എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് വാൽമീകി എന്ന ബാലാമണിയമ്മയുടെ കവിതയെ നമുക്ക് എടുത്ത് പരിശോധിക്കാം. വാൽമീകി നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു രത്നാകരൻ എന്ന ഒരു കൊള്ളക്കാരനായിരുന്നു, വഴിയോര കൊള്ളക്കാരനായിരുന്നു രത്നാകരൻ. ആ രത്നാകരന് പരിവർത്തനം സംഭവിച്ച് ചില മഹർഷിമാരുടെ വളരെ ലക്ഷ്യബോധമുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ ഒരു പുതിയ തിരിച്ചറിവോടുകൂടി അദ്ദേഹം മഹർഷിയാവുകയാണ്. ആ കഥയും നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം തപസ് ചെയ്യാനിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലാകെ ചിതൽപുറ്റുകൾ ഉണ്ടാകുന്നു. അങ്ങനെയാണത് വാൽമീകം ഉണ്ടാകുന്നു. ആ വാൽമീകത്തിൽ നിന്ന് ഉണർന്ന് അദ്ദേഹം വാൽമീകിയാകുന്നു. വാൽമീകി ആദ്യമായിട്ട് കാണുന്നത് ഒരു വേടൻ അമ്പെയ്ത് വീഴ്ത്തുന്ന ഇണപ്പക്ഷിയെയാണ്. വേടനാൽ അമ്പെയ്ത് വീഴ്ത്തപ്പെട്ട ഒരു ഇണപ്പക്ഷി. ആ പക്ഷിയോടുള്ള സഹതാപം കൊണ്ട്, ആ പക്ഷിയോട് തോന്നിയ സ്നേഹത്തോടുകൂടി, ആ പക്ഷിയുടെ മരണത്തിലുണ്ടായ ഈ ദുഃഖത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് അറിയാതെ ലോകത്തെ ആദ്യ കാവ്യം മാ നിഷാദ പ്രതിഷ്ഠാന്തം അഗമ ശാശ്വതി സമ എന്ന് തുടങ്ങുന്ന ആ കാവ്യമുണ്ടാകുകയാണ്. അങ്ങനെയാണ് കാവ്യത്തിൻ്റെ തുടക്കം. അതിനെപ്പറ്റി പിന്നീട് കവി കാളിദാസന് രഘുവംശത്തിൽ എഴുതിയിട്ടുണ്ട്, രുദിതാനുസാരി കവി എന്ന്. ഏത് കവിയും, ലോകത്തിലെ എല്ലാ കവികൾക്കും വേണ്ടിയിട്ടുള്ള വാക്കാണത്. കവികളുടെ കടമ കരച്ചിലിന്, രുദിതം എന്ന് പറഞ്ഞാൽ കരച്ചിലെന്നാണ്, കണ്ണുനീരെന്നാണ്. കണ്ണുനീരിന് പുറകെ പോവുക എന്നുള്ളതാണ് ഏത് കവിയും ചെയ്യേണ്ട കടമ. ഏത് കവിയുടെയും ഡ്യൂട്ടി അതാണ്. ഏത് കവിയുടെയും ധർമ്മം അതാണ്. കരച്ചിലിന് പുറകെ പോവുക, ദുഃഖത്തിന് പുറകെ പോവുക, ദുഃഖിക്കുന്നവർക്ക് പുറകെ പോവുക എന്നുള്ളതാണ്. അനുസാരി എന്ന് പറഞ്ഞാൽ പുറകെ പോകുന്നവൻ, പിന്നാലെ പോകുന്നവൻ എന്നർത്ഥമാണ്. അതവിടെ നിൽക്കട്ടെ. ഇതിനെക്കുറിച്ച് ബാലാമണിയമ്മ ഒരു കവിത എഴുതിയിട്ടുണ്ട്. വാൽമീകി എന്നാണ് അതിൻ്റെ പേര്. ഈ വാൽമീകി ഈ വേടനെ ശപിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ വാൽമീകിക്ക് തോന്നുകയാണ്, ഞാൻ ആരെയാണ് ശപിച്ചത്? വേടനെയാണോ അതോ എന്നെ തന്നെയോ? കാരണം ഞാൻ ഈ വാൽമീകി എന്ന രീതിയിൽ രൂപാന്തരം പ്രാപിച്ചതിൻ്റെ പുറകിലൊരു ഹിംസയുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ വഴിയോര കൊള്ളക്കാരനായത്? എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും വേണ്ടി നിത്യച്ചെലവുണ്ടാക്കുക, ആരെയെങ്കിലുമൊക്കെ കൊള്ളയടിക്കുക, അത് അതുകൊണ്ട് ആ പണം കൊണ്ട് അല്ലെങ്കിൽ ആ ധനം കൊണ്ട് അവരുടെ പട്ടിണി മാറ്റുക. ഇതൊന്നും ആലോചിക്കാതെ ഒരു ദിവസം മഹർഷിമാരെന്തോ ചോദിച്ചു, അതിനുത്തരം നൽകാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ എനിക്കൊരു പുതിയ തിരിച്ചറിവുണ്ടായി. എനിക്ക് മനപരിവർത്തനമുണ്ടായി. ഞാനങ്ങനെ മഹർഷിയായി. എനിക്ക് വേണ്ടി വീട്ടിൽ കാത്തിരുന്ന എൻ്റെ ഭാര്യയെ ഞാൻ ഓർത്തില്ല. ആ ഭാര്യ, നിരപരാധിയായ ഭാര്യ, ഈ ധനം കൊണ്ടുവരും, അതുകൊണ്ട് അരിയും കാര്യങ്ങളുമൊക്കെ വീട്ടിൽ വാങ്ങിച്ച് നിത്യച്ചെലവ് കഴിക്കാം, കുഞ്ഞുങ്ങളെ ഊട്ടാം എന്ന് കാത്തിരുന്ന ആ സ്ത്രീയോട് ഞാനൊരു വലിയ ഹിംസ തന്നെയല്ലേ ചെയ്തത്? അവരെ ദുഃഖിപ്പിക്കുകയല്ലേ ചെയ്തത്? അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുകയല്ലേ ചെയ്തത്? അങ്ങനെ പെട്ടെന്ന് വാൽമീകിക്ക് ഒരു സംശയം തോന്നുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ശപിച്ചത് ആ വേടനെയാണോ? അമ്പെയ്ത് ഇണപ്പക്ഷികളിലൊന്നിനെ വീഴ്ത്തിയ ആ വേടനെയാണോ അതോ എന്നെ തന്നെയാണോ? ഞാൻ ഒന്നും ഓർക്കാതെ, എൻ്റെ സഹധർമ്മിണിയെ ഓർക്കാതെ, അവരുടെ ദുഃഖത്തെ ഓർക്കാതെ, അവർക്ക് എൻ്റെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാകുന്ന ദുഃഖത്തെ ഓർക്കാതെ, വേദനയെ ഓർക്കാതെ ഞാൻ മഹർഷിയാകാൻ തീരുമാനിച്ചു. മഹർഷിയായി. അതും ഹിംസയല്ലേ? അപ്പോൾ ആ ശാപം എവിടേക്കാണ് വിരൽ ചൂണ്ടുന്നത്? എന്നിലേക്ക് തന്നെയല്ലേ എന്ന് അദ്ദേഹത്തിന് ഒരു സംശയം തോന്നുകയാണ്. സ്വയം ഒരു കുറ്റബോധം തോന്നുകയാണ്. അതാണ് ഈ കവിതയുടെ പ്രതിപാദ്യം. അതായത് നമ്മൾ അറിയാതെ തന്നെ ഹിംസ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. ഹിംസയെ പരിപൂർണമായിട്ട് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ എന്നും എത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഹിംസയുടെ നിത്യമായ സാന്നിധ്യം, ജീവിതത്തിൽ ഹിംസയുടെ നിത്യ സാന്നിധ്യം എന്നുള്ളത് ഒരു വലിയ തീവ്ര പ്രശ്നമല്ലേ
നമുക്ക് ധർമ്മത്തിനെക്കുറിച്ച്, മനുഷ്യന് ധർമ്മത്തെക്കുറിച്ച് പറയാൻ, സംസാരിക്കാൻ, അവകാശപ്പെടാൻ എന്തവകാശം എന്നുള്ളതാണ് ആ ചോദ്യം ഉയർത്തുന്ന വലിയ വിഷയം എന്നാണ്, ആ കവിത ഉയർത്തുന്ന വലിയ ചോദ്യം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്ദി.